ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയി തയ്യാറാക്കാൻ പറ്റുന്ന വഫിൾസ് റെസിപ്പിയുമായിട്ടാണ്. വഫിൾസ് മേക്കർ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു വഫിൾസ് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദയാണ്. പിന്നെ 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കുറച്ച് ഉപ്പ്. എന്നിട്ട് ആ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 250 ml ഒരു കപ്പാണ്. അത് ഈ പൊടിയിലേക്ക് കുറച്ചായി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിലേക്ക് 1/4 കപ്പ് നെയ്യ് ആഡ് ചെയ്യാം. നെയ്യില്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്താലും മതി. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം. ഓയിലോ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ആ ഹോളിലൊക്കെ കൂടുതലായി കിടക്കുന്നത് നമുക്കൊന്ന് സ്പൂൺ ഉപയോഗിച്ച് എടുത്തിട്ട് അവിടെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഹോളിലധികം കൂടുതലായി ഒഴിക്കാൻ പാടില്ല. ഇതിലത്തൊക്കെ എടുത്ത് മാറ്റണം. എന്നിട്ട് നമ്മൾ അതിനൊന്ന് നന്നായി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ റൗണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് നല്ലൊരു വൃത്തിയിലാവും. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോഴും ഫ്ലെയിം കുറച്ച് വെക്കണം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചൂട് തട്ടിക്കാം. നമുക്ക് സെൻറ്ററിൽ മാത്രമേ ചൂട് തട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ സൈഡിലൊക്കെ ഒന്നിങ്ങനെ കാണിക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ വഫിൾസ് ഏകദേശം തയ്യാറായിട്ടുണ്ട്. എന്നിട്ടൊരു സ്പൂണോ കത്തിയോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ തിക്കി കൊടുക്കുക. അത് ആ ചട്ടിയിൽ നിന്ന് വേഗം നമുക്ക് എളുപ്പത്തിൽ കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിൻ്റെ അതേ ഷേപ്പിലുള്ള വഫിൾസ് തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇത് കുറച്ച് ചൂടോടെ കഴിക്കണം. നല്ല നമുക്ക് ആ ക്രിസ്പിനെസ് കിട്ടുകയുള്ളൂ. നല്ല ഭംഗിയില്ലേ കാണാൻ. കുട്ടികൾക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷോ അല്ലെങ്കിൽ തേനോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ളത് തന്നെയാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. നിങ്ങളെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.